DC യൂണിവേഴ്സിന്റെ രണ്ടാമത്തെ ലൈവ് ആക്ഷൻ മൂവിയായ സൂപ്പർ ഗേളിന്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം കാലൽ അഥവാ സൂപ്പർമാന്റെ കസിനാണ് കാറ സോറൽ അഥവാ സൂപ്പർ ഗേള്. മിലി അൽകോക്ക് ആണ് സൂപ്പർ ഗേൾ ആയിട്ട് വേഷമിട്ടത്. ഇതുവരെ 4ഓളം സൂപ്പർ ഗേൾ വേർഷൻസിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. 1984 പുറത്തിറങ്ങിയ ഹെലൻ സ്ലേറ്ററിന്റെ സൂപ്പർ ഗേള്, 2007 പുറത്തിറങ്ങിയ സീരീസായ സ്മോൾവിൽ എന്ന സീരീസിലെ ലോറ വെൻഡർവൂട്ടിന്റെ സൂപ്പർ ഗേള്, 2015 പുറത്തിറങ്ങിയ ആരോവേഴ്സിലെ മെലീസ ബെനോയിസ്റ്റിന്റെ സൂപ്പർ ഗേള്, പിന്നെ 2023 പുറത്തിറങ്ങിയ DC എക്സ്റ്റൻഡഡ് യൂണിവേഴ്സിന്റെ ഭാഗമായ ദ ഫ്ലാഷ് എന്ന മൂവിയിലെ സാഷ കാലയുടെ സൂപ്പർ ഗേള്. ഇവരെല്ലാം സൂപ്പർ ഗേൾ എന്ന ക്യാരക്ടർ വളരെ നന്നായിട്ടാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് മിലി അൽകോക്കും സൂപ്പർ ഗേളിന് ജീവൻ നൽകിയിട്ടുള്ളത്. മിലി അൽകോക്കിനെ സൂപ്പർ ഗേൾ ആയിട്ട് കാസ്റ്റ് ചെയ്ത സമയത്തൊക്കെ എനിക്ക് അത്ര സന്തോഷമൊന്നും തോന്നിയില്ല. അത് മറ്റൊന്നുമല്ല, ആരോവേഴ്സ് കുറെ കാലം കണ്ടതുകൊണ്ടാകാം മെലീസ ബെനോയിസ്റ്റിനെയാണ് സൂപ്പർ ഗേൾ ആയിട്ട് എനിക്ക് ഏറെ ഇഷ്ടം. സാഷ കാലയും സൂപ്പർ ഗേൾ ആയിട്ട് ഓവറോൾ നല്ലതായിരുന്നു. പക്ഷെ സൂപ്പർ ഗേൾ എന്ന ഈ മൂവി കണ്ടതിന് ശേഷം ഈ കൂട്ടത്തിലേക്ക് മിലി അൽകോക്കിന്റെ സൂപ്പർ ഗേളിനെയും ഞാൻ ആഡ് ചെയ്യുകയാണ്. മൂവിയുടെ തുടക്കത്തിലൊക്കെ കാറ സോറല് മൊത്തത്തിൽ തണ്ണിയാണ്. യെല്ലോ സൺ ഉള്ള പ്ലാനറ്റുകളിൽ, അതായത് നമ്മുടെ എർത്തിലൊക്കെ എത്ര വെള്ളം അടിച്ചാലും ക്രിപ്റ്റോണിയനായ കാറയ്ക്ക് ഒരു കിക്കും തോന്നില്ല. സോ ആ കാരണം കൊണ്ട് തന്നെ സാധാരണ മനുഷ്യനെ പോലെ വെള്ളം അടിച്ച് ലെവല് പോകണമെങ്കിൽ കാറയ്ക്ക് റെഡ് സൺ ഉള്ള പ്ലാനറ്റിലേക്ക് പോകണം. സോ റെഡ് സൺ ഉള്ള പ്ലാനറ്റിൽ അങ്ങനെ ചില്ല് ചെയ്ത് നടക്കുന്ന സൂപ്പർ ഗേൾ അഥവാ കാറ റൂത്തി എന്ന ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നതും തുടർന്ന് നടക്കുന്ന കഥയുമാണ് സൂപ്പർ ഗേൾ എന്ന മൂവി പറയുന്നത്. റൂത്തിയുടെ മാതാപിതാക്കളെയും ബ്രദറിനെയും ഒരു സ്പേസ് പൈലറ്റ് ആയ ക്രം ഓഫ് ദി യെല്ലോ ഹിൽസ് കൊന്നുകളയുന്നു. ഇതേ ക്രം കാറയുടെ സ്വന്തം ഡോഗായ ക്രിപ്റ്റോയെ പോയിസൺ കുത്തിവെച്ച് ചലനശേഷി ഇല്ലാതാക്കുന്നു. തന്റെ ഫാമിലിയെ ഇല്ലാതാക്കിയ ക്രമിനോട് റിവെഞ്ച് എടുക്കാനും ക്രിപ്റ്റോയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ആന്റിഡോട്ട് കൈക്കലാക്കാനും റൂത്തിയും കാറ സോറലും നടത്തുന്ന സ്പേസ് ജേണിയാണ് സൂപ്പർ ഗേൾ എന്ന മൂവിയുടെ പ്രധാന കഥ. അത്യാവശ്യം കണ്ടോണ്ടിരിക്കാവുന്ന നല്ലൊരു മൂവി ആയിട്ടാണ് സൂപ്പർ ഗേൾ എന്ന മൂവി എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ സൂപ്പർമാൻ എന്ന മൂവിയുടെ അത്ര സംഭവമായിട്ടൊന്നും സൂപ്പർ ഗേൾ എന്ന മൂവി എനിക്ക് തോന്നിയിട്ടില്ല. സൂപ്പർ ഗേൾ കണ്ടോണ്ടിരുന്നപ്പോൾ ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി മൂവിയുടെ ചെറിയൊരു ടച്ച് ഒക്കെ എനിക്ക് തോന്നി. DC എക്സ്റ്റൻഡഡ് യൂണിവേഴ്സിൽ അക്വാമാൻ ആയിട്ട് വേഷമിട്ട ജെയ്സൺ മൊമോവയാണ് DCUവിൽ ലോബോ എന്ന ക്യാരക്ടറായിട്ട് വേഷമിട്ടത്. ഈ മൂവിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ലോബോ എന്ന ക്യാരക്ടർ തന്നെയാണ്. ലോബോ ഒരു ഇമ്മോർട്ടൽ ആണ്. അതെ, ലോബോയ്ക്ക് മരണമില്ല. മാത്രമല്ല ലോബോ ഒരു മെർസണറിയും ഇന്റർഗലാക്റ്റിക് ബൗണ്ടി ഹണ്ടറും ഒക്കെയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ മാർവലിന്റെ ഡെഡ്പൂളിനെ ഒക്കെ പോലെ. കാറ സോറൽ അഥവാ സൂപ്പർ ഗേൾ പോലും ലോബോയെ ചെറുതായിട്ടൊന്ന് ഭയക്കുന്നതായിട്ട് കാണാം. ഒട്ടും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്വഭാവമുള്ള ക്യാരക്ടറാണ് ലോബോ. ജേസൺ മൊമോവ വളരെ ഭംഗിയായിട്ട് തന്നെ ലോബോ എന്ന ക്യാരക്ടറിനെ ചെയ്തു വെച്ചിട്ടുണ്ട്. ക്രിപ്റ്റോയ്ക്ക് പ്രത്യേകിച്ച് വലിയ റോളൊന്നും ഈ മൂവിയിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. സൂപ്പർമാൻ എന്ന മൂവിയിൽ സൂപ്പർമാനെ പോലെ തന്നെ ക്രിപ്റ്റോയ്ക്കും വളരെ വലിയൊരു പ്രാധാന്യം ഉണ്ടായിരുന്നു. അതിപ്പോ ഏതൊരു സീൻ എടുത്താലും, പ്രത്യേകിച്ച് ഫൈറ്റ് സീനുകളിൽ. എന്നാൽ സൂപ്പർമാൻ എന്ന മൂവിയിൽ നമ്മൾ കണ്ട ക്രിപ്റ്റോയുടെ അഴിഞ്ഞാട്ടമൊന്നും സൂപ്പർ ഗേൾ എന്ന മൂവിയിൽ നമുക്ക് കാണുവാൻ സാധിക്കില്ല. സൂപ്പർമാൻ എന്ന മൂവിയിൽ ക്യാമിയോ റോളിൽ സൂപ്പർ ഗേൾ വന്നതുപോലെ സൂപ്പർ ഗേൾ എന്ന മൂവിയിൽ സൂപ്പർമാനും ക്യാമിയോ റോളിൽ എത്തുന്നുണ്ട്. സൂപ്പർ ഗേളിന്റെ ഏറ്റവും ക്ലൈമാക്സിലുള്ള ഫൈറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു സൈഡിൽ ലോബോയുടെ സ്പേസ് ഹോഗ് കൊണ്ടുള്ള പോരാട്ടവും മറ്റൊരു സൈഡിൽ സൂപ്പർ ഗേളിന്റെ സ്ലോ മോഷനിലുള്ള പോരാട്ടവുമെല്ലാം ഗംഭീരമായിരുന്നു. ആക്ച്വലി സൂപ്പർ ഗേൾ എന്ന മൂവിയിലെ പ്രധാന വില്ലൻ ലോബോ ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ അങ്ങനെയല്ല സംഭവിച്ചത്. ഈ മൂവിയിലെ മെയിൻ വില്ലൻ ക്രം ഓഫ് ദി യെല്ലോ ഹിൽസ് ആയിരുന്നു. മറ്റു സൂപ്പർ ഹീറോ മൂവീസിലെ പോലെ ഏറ്റവും അവസാനം വില്ലനെ നല്ലവനാക്കി കാണിക്കുമെന്നാണ് അവസാനം വരെയും ഞാൻ പ്രതീക്ഷിച്ചത്. എന്നാൽ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചില്ല. ആ ഒരു കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. ഓവറോൾ നോക്കുവാണെങ്കിൽ സൂപ്പർ ഗേൾ മൂവി എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാലും എവിടെയൊക്കെയോ പോരായ്മകൾ തോന്നുന്നുണ്ട്. ഒരു ആവറേജ് മൂവി ആയിട്ടാണ് സൂപ്പർ ഗേൾ എന്ന മൂവി കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. സോ ഗൈസ്, സൂപ്പർ ഗേൾ എന്ന മൂവി നിങ്ങൾ കണ്ടോ? കണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മൂവിയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.